بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഭൂമിയിൽ അള്ളാഹുവിനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് കഅബയാണ്. ഇന്നും കഅബ അത്ഭുതമായി നിലകൊള്ളുകയാണ്. ആ കഅബയൊന്ന് കാണാൻ, കഅബയൊന്ന് ചുറ്റാൻ ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണുള്ളത്? അള്ളാഹു ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിന് കൊതിയുള്ള മനസ്സുകൾക്ക് അവിടെ എത്താൻ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യു മസ്ജിദിൻ വുളിഅ ഫിൽ അർളി അവ്വൽ, ആദ്യമായി അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ടത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അൽ മസ്ജിദുൽ ഹറാം. അത്രയും പഴക്കം കഅബയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നബുവത്തിന് മുമ്പ് തന്നെ, ജാഹിലിയത്തിൽ തന്നെ അറബികൾ കഅബക്ക് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. എന്നാൽ കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ വെള്ളപ്പൊക്കത്തിൽ, തീപിടുത്തത്തിൽ കഅബക്ക് പരിക്കുപറ്റി, കേടുപാടുകൾ സംഭവിച്ചു, ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായി, കല്ലുകൾ പലതും താഴെ വീണു. അങ്ങനെയിരിക്കെ ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അവർ കഅബ പുനർനിർമ്മിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ഒരുമിച്ചവർ കഅബയുടെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അവരൊരുമിച്ചുകൂടി ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തി. വഖദ് ഇത്തഫഖത് ഖുറൈശുൻ അലാ അൻ ലാ യുദ്ഖിലു ഫീ ബിനാഇൽ കഅബതി മിൻ കസ്ബിഹിം ഇല്ലാ ത്വയ്യിബ്. ത്വയ്യിബല്ലാത്ത പണം, അഥവാ ഹലാലല്ലാത്ത, പരിശുദ്ധമല്ലാത്ത സമ്പാദ്യങ്ങൾ, അത് കഅബയിലേക്ക് നമ്മൾ ചേർക്കരുത്. കഅബ പുതുക്കി പണിയാണല്ലോ. അപ്പൊ ത്വയ്യിബായ നല്ല സമ്പാദ്യങ്ങളാണ് അള്ളാഹുവിന് നമ്മൾ നൽകേണ്ടത്. അപ്പൊ അവർക്കറിയാം ത്വയ്യിബാണ് അള്ളാഹു സ്വീകരിക്കുക, ത്വയ്യിബല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നവർക്കറിയാം. എന്നാലും അവർ പലിശയുടെ ആളുകളാണ്. എന്നാലും അവർ വ്യഭിചാരം അത് തൊഴിലാക്കിയിരുന്നു. അവർ പ്രത്യേകം തീരുമാനിച്ചു, ഫലാ യുദ്ഖിലു ഫീഹാ മഹ്റ ബഗീൻ, വ്യഭിചാരത്തിലൂടെ കിട്ടുന്ന പണം അത് കഅബയിലേക്ക് വെക്കരുത്. അതുപോലെ തന്നെ റിബ, പലിശ, അത് കഅബയിലേക്ക് വെക്കരുത്. ഒരാളെ ആക്രമിച്ച് അവന്റെ ഹക്ക് പിടിച്ചെടുത്ത അങ്ങനെയുള്ള സമ്പത്ത്, മറ്റൊരാളുടെ ഹക്ക്, ഒരു മദ്ലൂമിന്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തത്, ഇത് കഅബയിലേക്ക് വെക്കരുത്. അങ്ങനെ അവർ കഅബ പുനർനിർമ്മിക്കാൻ തുടങ്ങി. ആ സമയത്ത് എല്ലാവർക്കും ഒരു പേടി. കാരണം കഅബ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് അവരുടെ പേടി. അബ്രഹത്തിനെ അള്ളാഹു ശിക്ഷിച്ചത് അവർ കണ്ടിട്ടുണ്ട്. അബ്രഹത്തിനെയും ആനപ്പടയെയും തുരത്തിയ ചരിത്രം അവർക്കറിയാം. അവർ കണ്ണുകൾ കണ്ടു കണ്ടതാണ്. അന്നില്ലാത്തവർ, അവരുടെ ഉമ്മമാർ കൈമാറിയ കഥകളിൽ ആ ചരിത്രമുണ്ട്. ആനപ്പട ചത്തൊടുങ്ങിയതും അവരെ തുരത്തിയതും ഭീതിയോടുകൂടെയാണ് ഖുറൈശികൾ അവർ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഅബ ഇനി പൊളിച്ചാൽ അള്ളാന്റെ ശിക്ഷ ഞങ്ങൾക്കും വരുമോ, ഞങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന ഒരു പേടി അവർക്കുണ്ട്. കൂട്ടത്തിൽ വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂമി, അയാൾ എഴുന്നേറ്റു നിന്നു. നമ്മൾ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്, പുതുക്കി പണിയാനാണ്, കഅബ തകർക്കലല്ല നമ്മുടെ ലക്ഷ്യം. ഇന്നല്ലാഹ ലാ യുഹ്ലിക്കുൽ മുസ്ലിഹീൻ, മുസ്ലിഹീങ്ങളെ അള്ളാഹു നശിപ്പിക്കുകയില്ല. എന്നിട്ട് അയാൾ ഒരു പിക്കാസ്
ആ കഅബ പൊളിക്കാൻ, കല്ല് പൊളിക്കാൻ കഴിയുന്ന ഒരു ആയുധം കയ്യിലെടുത്തു. ഖൂമു സാഇദൂനി, വരൂ എന്നെ സഹായിക്കൂ, നമുക്കിതാ കഅബ പൊളിക്കാം എന്ന് പറഞ്ഞപ്പോ അവിടെ തടിച്ചുകൂടിയ ഖുറൈശികൾ പറഞ്ഞു, ശരി വലീദ് തുടങ്ങിക്കോ, ഞങ്ങൾ നാളെ നിന്റെ കൂടെ ചേരാം. ലാ നന്തളിറു ഇലൽ ഗദ്, ഞങ്ങൾ കാത്തിരിക്കാണ്, നാളെ വരെ ഞങ്ങളൊന്ന് കാത്തിരിക്കാൻ, നാളെ വരെ ഞങ്ങളൊന്ന് കാത്തിരിക്കാൻ. കാരണം ഇനി അഥവാ ശിക്ഷ ഇറങ്ങിയാൽ വലീദിന് മാത്രമാണല്ലോ കിട്ടുക. ഇനി രാവിലെ നോക്കി വലീദിനൊന്നുമില്ലെങ്കിലോ, അപ്പൊ നമുക്കും പങ്കുചേരാം. അങ്ങനെ അവർ കാത്തിരുന്നു. പിറ്റേ ദിവസം വലീദിനൊന്നും സംഭവിച്ചിട്ടില്ല. അതോടുകൂടെ അവർ ഒന്നിച്ച് കഅബ പൊളിക്കുന്ന, പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവര് ചേർന്നു. ഇത് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സാണ് പ്രായം. അള്ളാഹുവിന്റെ റസൂലും ആ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കുചേർന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ചുമന്നു. ആ കല്ല് ചുമന്ന് ശരീരത്തിൽ പാടുവീഴുന്നത് കണ്ടപ്പോൾ കൂടെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉപ്പയുടെ സഹോദരനാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യബ്ന അഖി, ഓ സഹോദരപുത്ര, ലൗ ഹലൽത ഇസാറക് ഫജഅൽത അലാ മൻകിബൈക്, ആ തുണി ഒന്ന് എടുത്ത് അത് ചുമലിൽ വെക്ക്, എന്നിട്ട് മുകളിൽ കല്ല് വെക്ക്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഈ പാട് വീഴുന്നത്, ശരീരത്തിൽ മുറിവ് പറ്റുന്നത് ഒഴിവാക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തുണി മാറ്റുന്ന സമയത്തു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. അള്ളാന്റെ റസൂൽ ഉടനെ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. അള്ളാഹു സംരക്ഷിക്കുന്ന ഓരോ ഘട്ടങ്ങളാണിത്, അള്ളാഹുവിന്റെ സംരക്ഷണമാണിത്. ഒരു പ്രവാചകന്റെ നഗ്നത അത് വെളിവാകാൻ പാടില്ല. ഫമ റുഇയ ബഅദ ദാലിക് ഉരിയാനൻ, പിന്നീട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗ്നത വെളിവാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ബോധം വന്ന ഉടനെ ഇസാരി ഇസാരി, എന്റെ തുണി എന്റെ തുണി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അബൂ ത്വാലിബിന്റെ അരികിലേക്ക് ചില ആളുകൾ ഓടിയെത്തി, അബൂ ത്വാലിബ്, നിങ്ങളുടെ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു. അബൂ ത്വാലിബ് ഓടിയെത്തുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, അതാനി ആതിൻ അലൈഹി സിയാബുൻ ബീത് ഫഖാല ലി ഇസ്തതിർ, എന്റെ അരികിലേക്ക് വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ വന്നു, മലക്കുകളാണത്. എന്നിട്ട് നഗ്നത മറക്ക് എന്നവരെന്നോട് പറഞ്ഞു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗ്നതയിൽ നിന്ന് വെളിവാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. കഅബ പൊളിച്ച് പൊളിച്ച് ഹജറുൽ അസ്വദ് എത്തിയപ്പോ അവസ്ഥ മാറി, വന്ന ലക്ഷ്യം മറന്നു. ഹജറുൽ അസ്വദ് എത്തിയതോടുകൂടെ അവരുടെ ഗോത്രത്തിന്റെ മഹിമ, അതായി പിന്നെ വിഷയം. ആരാണ് ഹജറുൽ അസ്വദ് എടുത്തു മാറ്റുക? ഓരോരുത്തർക്കും തങ്ങളുടെ ഗോത്രം അതെടുത്തു മാറ്റി വെക്കണം. കാരണം ഇത് ചരിത്രം വായിക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന ഗോത്രം, ഇന്ന കുടുംബം അവര് മാറ്റിവെച്ചു എന്നു വായിക്കണം. ഞങ്ങളുടെ ഗോത്രത്തിന്റെ പേരുണ്ടാകണം. ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിട്ടുകൊടുത്താൽ അത് ജാഹിലിയത്തുമല്ല. വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. എല്ലാ ഗോത്രങ്ങളും വാളെടുത്ത് ഒരു യുദ്ധഭൂമിയായി കഅബയുടെ മുറ്റം മാറുന്നു, കഅബയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ മാറുന്നു. ചിലർ ഒട്ടകത്തെ അറുത്ത് ആ ഒട്ടകത്തിന്റെ രക്തത്തിൽ കൈമുക്കിയിട്ട് ശപഥം ചെയ്തു, ഞങ്ങളുടെ ഗോത്രമല്ലാത്ത ആരെങ്കിലുമാണ് ഹജറുൽ അസ്വദ് തൊട്ടതെങ്കിൽ ഇവിടെ രക്തപ്പുഴ ഒഴുകും. കഅബ പൊളിക്കാൻ വന്നവർ ചർച്ച ചെയ്യാണ്, ഇനി എന്ത് ചെയ്യും? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 4-ലധികം ദിവസങ്ങൾ കടന്നുപോയി. അറബികൾ അവരുടെ കൂട്ടത്തിലെ പ്രായമായ ആളുകൾക്ക് നല്ല ബഹുമാനം നൽകുന്നവരാണ്. പ്രായമായി വയസ്സായി ഇനി ഒരു മൂലയിൽ ഇരുന്നാൽ മതി, നിങ്ങളൊന്നും പറയണ്ട എന്നതല്ല. മുതിർന്നവരെ അവർ പരിഗണിച്ചു, മുതിർന്നവരുടെ വാക്കുകൾക്ക് അവർ ബഹുമാനം നൽകി. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായിരുന്നു അബു ഉമയ്യ ഇബ്നു മുഗീറ അൽ മഖ്സൂമി, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പയാണ്. അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളെ, യാ മഅ്ശറ ഖുറൈശ് ഇജ്അലൂ ബൈനക്കും ഫീമാ തഖ്തലിഫൂന ഫീ അവ്വല മൻ യുദ്ഖിലു മിൻ ബാബി ബനി ശൈബ. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായല്ലോ. ഇപ്പോ ഇനി ആരാണ് ഹജറുൽ അസ്വദ് എടുക്കുക എന്നതിൽ? ശരി, ബനു ശൈബ വാതിലിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവര് തീരുമാനിക്കട്ടെ. ആ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. അല്ലാതെ ഒരു സുലിഹിലെത്താൻ വേറെ വഴിയില്ല.
ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് അവരെത്തി. എല്ലാ കണ്ണുകളും ബനൂ ശൈബ ബാബിലേക്കാണ്. പ്രതീക്ഷയോടുകൂടെ ഞങ്ങളുടെ ഗോത്രക്കാരനാകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഓരോ കണ്ണുകളും അവർ ശ്രദ്ധയോടുകൂടെ നോക്കിയിരിക്കുന്നു. ആരാണ് വരുന്നത്? ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ പതുക്കെ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കഅബയുടെ അരികിലേക്ക് എത്തിയപ്പോൾ എല്ലാ മുഖങ്ങളിലും സന്തോഷം, എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം. കാരണം ഹാദാ അൽ അമീൻ റളീന ഹാദാ മുഹമ്മദ്. അവരൊന്നടങ്കം പറഞ്ഞു, ഇത് ഞങ്ങളുടെ അൽ അമീനാണ്, ഈ വരുന്നത് ഞങ്ങളുടെ മുഹമ്മദാണ്. റളീന, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൽ അമീൻ ആണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അൽ അമീൻ ആണെങ്കിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഞങ്ങൾക്കിഷ്ടമാണ് അൽ അമീനെ, ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളുടെ മുഹമ്മദിനെ. അത്രമാത്രം എല്ലാ ഗോത്രങ്ങളും സ്നേഹിക്കുമാറ് ആ നാട്ടിൽ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകന്റെ വിവേകം അത്ഭുതമാണ്. നോക്കൂ, ഒരു യുദ്ധമുഖം, എങ്ങനെയാണ് അവിടെ ഒരു സമാധാനം കൊണ്ടുവരിക? ആളിപ്പടരുന്ന അഗ്നിയെ തണുപ്പിക്കാൻ എങ്ങനെ സാധിക്കും? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തണുത്ത മഴയായി അവരിൽ പെയ്തിറങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണി റസൂലുള്ളാഹി താഴെ വിരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു, ആ തുണിയിൽ വെച്ചു. എല്ലാ ഗോത്ര നേതാക്കന്മാരെ കൊണ്ടും ആ തുണി പിടിപ്പിച്ചു. എന്നിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാ മനസ്സുകളിലും സന്തോഷം പകരുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രശ്നം മനോഹരമായി പരിഹരിച്ചു. തിരിച്ച് ഹജർ വെക്കുന്ന സമയത്തും ഇതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്ത്, പ്രവാചകന്റെ വിവേകം അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ 9 മുഴം ഉയരമായിരുന്നു കഅബക്ക്. വകാന ലഹാ ബാബാൻ, 2 വാതിലുകൾ ഉണ്ടായിരുന്നു. കിഴക്കൊരു വാതിൽ, പടിഞ്ഞാറൊരു വാതിൽ. ഒരു വാതിലിലൂടെ കയറി മറ്റേ വാതിലിലൂടെ പുറത്തേക്കിറങ്ങാം. അങ്ങനെ 2 വാതിലുകളുണ്ട്. മാത്രവുമല്ല, ഭൂമിയിൽ നിന്ന്, പ്രതലത്തിൽ നിന്ന് നേരെ വാതിലിലേക്ക് കയറാൻ കഴിയുന്ന അത്ര ഉയരമേ ഉള്ളൂ. എന്നാൽ ഖുറൈശികൾ അത് പുതുക്കി പണിതപ്പോൾ കഅബയുടെ ഉയരം കൂട്ടി. 9 അടിയിൽ നിന്ന് വീണ്ടും അവരുയർത്തി. ഒരു വാതിലാക്കി അവർ ചുരുക്കി. വാതിലിന്റെ ഉയരം തന്നെ ഭൂമിയിൽ നിന്ന് ഉയർത്തി. പിന്നെ ഒരു സുല്ലം വെച്ചൊരു കോണി വെച്ച് വേണം കഅബയുടെ ഉള്ളിലേക്ക് കയറാൻ. ചില ഭാഗം കഅബയുടേത് തന്നെ അവർ അതിന്റെ പണി പൂർത്തിയാക്കാതെ അവർ മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ പഴയ രൂപത്തിലേക്ക് കഅബയെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആക്ഷേപം പേടിച്ചുകൊണ്ട്, ഇതാ ഇബ്രാഹിമിന്റെ ആളാണെന്ന് പറഞ്ഞ് മുഹമ്മദ് വന്നിട്ട് ഇബ്രാഹിമിന്റെ കഅബ പൊളിച്ചു എന്ന് ആളുകൾ പറയും. ഫസാദുണ്ടാകും, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, ഫിത്നയുണ്ടാകും. ഫിത്ന എന്ന തീ പടർന്നു കഴിഞ്ഞാൽ അതിന്റെ നാശം കഠിനമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് തയ്യാറായില്ല. നോക്കൂ, 40 വയസ്സുവരെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ അൽ അമീന് ഒരു സത്യം മനസ്സിലായാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ, ആ അൽ അമീന് എങ്ങനെയാണ് ആ സത്യം മറച്ചുവെക്കാൻ കഴിയുക? തന്റെ ജനതയെ, തന്റെ നാട്ടുകാരെ അത്രയേറെ സ്നേഹിച്ചൊരു മനുഷ്യന് എങ്ങനെയാണ് ഒരു ജനതയെ ഇരുട്ടിലേക്ക്, നരകാഗ്നിയിലേക്ക് തള്ളിവിടാൻ കഴിയുക? അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലുള്ളാഹിയുടെ നിലപാടുകൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ആ ജീവിതത്തിലെ അധ്യാപനങ്ങൾ, ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ പ്രവേശിക്കാനുള്ളത്. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.